എല്ലാരും എന്നെ എടുക്കുവാണോ, ചോറൊക്കെ ഉണ്ടോ? ഇന്ന് ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടക്കേടായിരിക്കും. എന്താ വെച്ചാൽ മഴ നമുക്ക് എപ്പോഴും പെയ്യുന്ന ഇഷ്ടമല്ല. നമ്മുടെ തുണിയൊന്നും ഉണങ്ങത്തില്ല. നമ്മുടെ ഓണപ്പരിപാടിക്കൊന്നും ഇപ്പോൾ എല്ലായിടത്തും ഓണപ്പരിപാടി നടക്കുന്ന സമയമാണ്. പിന്നെ എല്ലാവരും അത്തപ്പൂ ഇടാൻ ഞാൻ എന്നാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞിലേക്ക് ഇഷ്ടംപോലെ അത്തപ്പൂ ഇട്ടുണ്ട്. ഇത് കാണുന്ന ഞങ്ങളുടെ നാട്ടുകാർക്കെല്ലാം അറിയാം. ഞാൻ അതേപോലെ പൂവറച്ച് അത്തപ്പൂ ഇട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ നമുക്ക് ഞങ്ങളുടെ ഇത് വെച്ച് പറയുന്നതാണ്. ചിലപ്പോൾ കേടാൻ വയ്യാതൊക്കെ വരുമ്പോൾ പൂ ഇടാനുണ്ടെന്ന് നമ്മൾ ശുദ്ധിവൃത്തിയോടെ അത് ചെയ്യുന്നത്. ഇവിടെ ചെയ്യാൻ അതുകൊണ്ടാണ്. ദൈവം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ കുഞ്ഞിനെ എടുത്തൊരു അത്തപ്പൂ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ വർഷം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെന്ന് വിചാരിച്ചാൽ അടുത്ത വർഷം അവൻ്റെ കുഞ്ഞിച്ചിയുടെ വലുതാവും. അന്നേരം ഞങ്ങൾ പൂവൊക്കെ ഇടും. പിന്നെ എല്ലാവരും എൻ്റെ നൈറ്റിയുടെ കാര്യം ചോദിച്ചു. ഈ നൈറ്റിയൊക്കെ ഞങ്ങളുടെ ഇവിടത്തെയൊക്കെ കടകളിൽ നിന്ന് മേടിക്കുന്നത്. ഇത് നമ്പർ 1 നിന്ന് മേടിച്ചതാണ്. 2 വർഷമായത് മേടിച്ചിട്ട്. ദേവുവിന് മേടിച്ചതായിരുന്നു. ഇപ്പം ദേവുവിന് ഇടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങ് ഇട്ടു. പിന്നെ എനിക്ക് പിള്ളേർ ഓണത്തിനൊക്കെ ഓരോന്ന് മേടിച്ചുകൊണ്ടത്. പിന്നെ അല്ലാതെ കൊളാബറേഷൻ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ കാശ് കൊടുത്ത് 300-250 കൊടുത്ത് ഞങ്ങൾ മേടിച്ചിടുന്ന. ഇനിയിപ്പോൾ ഈ ഓണത്തിന് ആരൊക്കെ നൈറ്റ് തരുമോന്നൊന്നും എനിക്ക് അറിയത്തില്ല. അന്നേരമൊക്കെ നൈറ്റ് അന്നേരമൊക്കെ മാറി ഇടാവല്ലോ നൈറ്റിയൊക്കെ. ഓണക്കോടിയൊക്കെ പിള്ളേരുണ്ടായാലും ഓണക്കോടി എടുത്ത് തരും. പിന്നെ ആരൊക്കെ തരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇനിയിപ്പോൾ അടുത്ത മാസം ചിലപ്പോൾ ഒരു ഡ്രസ്സൊക്കെ കിട്ടാനുള്ള ചാൻസ് എനിക്കുണ്ട്. പിറന്നാള് വരുന്നുണ്ട്. അന്നേരം ഒരു ചാൻസ് ഉണ്ട്. അന്നേരം പിള്ളേരെടുത്ത് തരുമായിരിക്കും ഒരു സെറ്റോ സാരിയോ ഒക്കെ. നമുക്ക് ചോറ് വിളമ്പിയേക്കാം. ഞാൻ പറഞ്ഞില്ലേ ദേവുവിനെ ആശുപത്രിയിലൊക്കെ പോകണം. അവരുടെ അമ്മ ആശുപത്രി കിടക്കുമല്ലേ. ആശുപത്രിയിൽ അവള് കോഴഞ്ചേരി വരെ പോകണം. അവിടെ പോയിട്ട് വേണം അവൾക്ക് ഇനി തിരിച്ചു വരാം. ഇന്നിപ്പം മോൻ വരാൻ താമസിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. ഇന്നലെ കേട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ. നമുക്കിന്ന് കോവയ്ക്കാണ്. നമ്മുടെ കോവലയിൽ ഒരു 2-3 കോവയ്ക്ക ഉണ്ടായിരുന്നു. 5 എണ്ണം കണ്ട് ഉണ്ടായിരുന്നു. മുഴുത്ത കോവയ്ക്കായിരുന്നു. അത് തോരൻ വെച്ചു. പിന്നത്തെ മോര് കാച്ചിയതുണ്ട്. പുളിശ്ശേരി അല്ല, മോര് കറിയാണ്. മോര് കറി വെച്ചു. പിന്നെ മീൻ വറുത്തു. അതെ, അയല മീമി. ഇന്ന് ഇതേണ്ടേ നമുക്കിത് ഇത്രയൊക്കെ ഇന്നത്തെ കറിയുള്ളൂ. ഒരു മോര് കറി, ഒരു കോവയ്ക്കത്തോരൻ, ഒരു മീൻ വറുത്തത്. അന്നേരം എല്ലാവരും കഴിക്കാൻ ഓടിവായോ ചോറിനാൻ.